നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താടി ഇത്? അയ്യോ, ഞാൻ വേറെ പ്ലേറ്റ് വെക്കാം. കവിതേ, എന്തിത്? ശരിയും എന്തിനാ അമ്മൂനടിച്ചേ? ഇനി ഞാനത് പറഞ്ഞു തരണോ? ഇവിടെ ഇരിക്കുന്ന നീ അത് കണ്ടില്ലേ? അല്പം കറി പ്ലേറ്റ് വീണു പോയിന്നല്ലേ ഉള്ളൂ. നീ അതങ്ങ് ക്ഷമിക്കേ കവിതേ. ആ പ്ലേറ്റ് അങ്ങ് മാറ്റ്. ഇതിന്റെ പേരിൽ ഇനിയൊരു വഴക്ക് വേണ്ട. അത് മാറ്റേണ്ട എന്ത് കാര്യമുള്ളത്? ആ കറിയല്ലേ കഴിക്കാൻ പോകുന്നത്. നീ നിന്റെ കാര്യം നോക്കാമോ? അത് എച്ചിലൊന്നും അല്ലല്ലോ. മറ്റൊരാൾക്ക് എടുത്തത് എച്ചില് തന്നെയാ. നിങ്ങക്ക് വെച്ച് വിളമ്പി തരാൻ അമ്മ ഇവിടുത്തെ സെർവന്റ് ഒന്നും അല്ല. ഓ, ഇനി ഒരിക്കൽ കൂടി നിങ്ങൾ അവളെ ഒന്ന് തല്ലി നോക്ക്. ആ സഞ്ജുവിനില്ലാത്ത വേദന നിനക്കെന്തിനാടി? അയ്യോ മോളെ, അമ്മു. അവളെ വേദനിപ്പിച്ച എനിക്കും സഞ്ജുവിനും വേദന ഉണ്ടാവും. ഓഹോ, നീ കാര്യം അറിയാതെ വേദനിക്കുന്നു മാത്രം. മുള്ളും മുനയും വെച്ചുള്ള നിങ്ങളുടെ സംസാരം എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് കരുതണ്ട. ആക്ച്വലി നീയാണോ അവളാണോ സഞ്ജുവിന്റെ യഥാർത്ഥ ഭാര്യ? നിങ്ങൾ അനാവശ്യം പറയരുത്. ചെറിയമ്മയാണെന്നൊന്നും ഞാൻ നോക്കില്ല. ഓ, സ്വാതി, വേണ്ട. ഞാനിത് കേട്ട് നിൽക്കണോ സഞ്ജു? ആഹാ, നീ പകരത്തിന് എന്നെ തല്ല്, ഞാൻ കൈകെട്ടി നിന്ന് തരാം. മോളെ, നീ വന്നിരുന്നേ. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും പറഞ്ഞ് പ്രശ്നം വലുതാക്കല്ലേ. നിങ്ങളൊന്ന് മതിയാക്ക്. നമുക്ക് പോവാം ദിനേശേട്ടാ. നീ ഇരിക്കു കാവരി. എന്തറിഞ്ഞിട്ടാ ശ്രീദേവി ജീവിക്കുന്നത്? അവൾക്ക് ഓർമ്മ തിരിച്ചു വന്നപ്പോ എല്ലാം പഴയതുപോലെ ആയിന്ന് വിശ്വസിക്കുന്ന ഒരു പാവ അമ്മ. സഞ്ജു ഭർത്താവാണെന്ന് പറഞ്ഞ് അവൾ ഓരോന്ന് കാണിച്ചു നടന്നൊക്കെ സൗകര്യപൂർവ്വം അങ്ങ് മറന്നു എല്ലാവരും. അതിന് നിങ്ങൾക്കെന്ത് നഷ്ടമുള്ളത്? ഓ, അന്ന് നന്നായി മുതലെടുപ്പ് നടത്തിയതല്ലേ നിങ്ങള്? അയ്യോ, എനിക്കൊന്നും നഷ്ടമായിട്ടില്ലടി. ഞാൻ നേടാൻ പോകുന്നതേ ഉള്ളൂ. നീ വരുവടി എന്റെ മുന്നിൽ കണ്ണീരും കയ്യുമായിട്ട്. വെളുത്തിരിക്കുന്നതൊന്നും പാലല്ലെന്ന് നിന്നെ ഞാൻ ഉടനെ അറിയിച്ചു തരുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ മുമ്പിൽ കെഞ്ചി വരേണ്ട ഒരു ഗതികേട് എനിക്ക് ഉണ്ടാവില്ല. ഓ, നിങ്ങളുടെ മനസ്സിലിരിപ്പൊക്കെ നന്നായി മനസ്സിലാക്കിയവളാ ഞാൻ. ഇതൊക്കെ കേട്ടിട്ട് സഞ്ജു എന്താ മിണ്ടാ നിൽക്കുന്നേ? നീ ഞാനും സംസാരിക്കുന്നത് നമുക്ക് സംസാരിക്കാനും ചോദ്യം ചെയ്യാനും അർഹതയുണ്ടായിട്ടാ. ഇവൻ വാ തുറക്കില്ല. അതിനുള്ള യോഗ്യതയൊന്നും ഇവനില്ല. ദേ, ഈ ഇരിക്കുന്നവനും ഇല്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.